ആഗോള അയ്യപ്പ സംഗമം നടത്തിയതോടെ ദേവസ്വം ബോർഡിന്റെ പൈസ 3,40,000 രൂപ നഷ്ടമായി എന്ന് പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേഷനാണ്. സർക്കാർ പറഞ്ഞിരുന്നത് സ്പോൺസർമാരെ കൊണ്ട് നടത്തുമെന്നാണ്. പക്ഷേ സർക്കാരിന് തന്നെ വലിയ നഷ്ടം വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഓഡിറ്റ് നടത്തിയത് സ്വകാര്യ കമ്പനി. വിവരങ്ങൾ കൃത്യമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വീണ്ടും അയ്യപ്പനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയില്ലേ ഈ സർക്കാർ? അല്ല, ഒരു സംശയ കാര്യത്തിലില്ല. കാരണം ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന പരിപാടിയിൽ ആകെ പങ്കെടുത്ത 500 പേരാണ്. അതിന് ചിലവ് പറയുന്നത് 8 കോടി റുപ്യയാണ് ചിലവുന്നത്. ഇതെങ്ങനെയാണ് ചിലവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനൊക്കെ നടന്ന വഴി കൂടി മുഴുവൻ നോട്ട് കെട്ടുകളാണോ ഇട്ടെന്നറിയില്ല. അല്ലെങ്കിൽ ഇത്രയും ചിലവ് വരാനായിട്ട് യാതൊരു തരവുമില്ല. അങ്ങനെ കോടിക്കണക്കിന് റുപ്യ ചിലവഴിച്ചതിന് പിന്നിലുള്ളത് നേരത്തെ സ്പോൺസർമാരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സ്പോൺസർമാരെ കിട്ടാൻ നിർബന്ധമില്ല. മറിച്ച് പലരിൽ നിന്ന് ലക്ഷക്കണക്കിന് റുപ്യ ഇവർ പിരിച്ചിട്ടുണ്ട്. വലിയ വലിയ ആളുകളടക്കമുള്ള ദേവസ്വവുമായിട്ട് ബന്ധമുള്ള, ശബരിമലയുമായിട്ട് ബന്ധമുള്ള, അനധികൃതമായിട്ട് വരുമാനമുള്ള നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് റുപ്യ ഇവർ പിരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പരിശോധിക്കേണ്ടതാണത്. ജയിലിൽ കിടക്കുന്ന പലരിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പണപ്പിരിവ് കുറവ് ആയിട്ട് വന്നതിൻ്റെ പേരിലാണ് SIT വഴിക്ക് ഇവർ അകത്തു പോയതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ലക്ഷക്കണക്കിന് റുപ്യ പിരിക്കുകയും ആ പണം കൃത്യമായിട്ട് അതായത് രേഖാമൂലമുള്ള പണം കൊടുക്കലും രേഖയില്ലാതെ കൊടുക്കുന്ന പണം കൊടുക്കലും, ഈ 2 സംഗതിയുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഈ പറയുന്ന 8 കോടിക്ക് 10 കോടി റുപ്യ കളക്ട് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആളാണ് കേരളത്തിന് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിക്ക് സ്പോൺസറെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂരിലെ സഖാക്കളോട് പറഞ്ഞാൽ മതി. ബാക്കി ആരും വിശ്വസിക്കാൻ തരവില്ല. അങ്ങനെ കോടിക്കണക്കിന് റുപ്യ കേരളത്തിന്റെ സർക്കാരും ദേവസ്വം ബോർഡും പിരിച്ചെടുത്തിട്ടുള്ള വസ്തുതയാണ്. ഒരു സംശയക്കാര്യത്തിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതാരെ ഉദ്ഘാടനം ചെയ്താരാ? ആ തന്ത്രി ആയിട്ടുള്ള ആള്. ഈ കുറച്ചാൾക്ക് മുമ്പായിട്ട് ഒരു ഒരു സ്ത്രീയുടെ കടപ്പറയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള തന്ത്രിയുണ്ട്. അയാളെ ഉദ്ഘാടനം ചെയ്തത്. അയാൾ ഇന്ന് പണം വാങ്ങിച്ചിട്ടില്ലേ? പണം വാങ്ങിക്കാതിരിക്കാൻ എന്താ തരവുള്ളത്? ഈ തരത്തിൽപ്പെട്ട പലരിൽ നിന്നും പണം വാങ്ങിച്ചുകൊണ്ട് നടത്തിയതാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. അത് പിരിച്ചെടുത്ത തുകയെ സംബന്ധിച്ചാണ് സംശയമുള്ളത്. ആ തുകയ്ക്കൊന്നും കൃത്യമായിട്ട് രേഖ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അതിന് കൃത്യമായിട്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇതിനൊന്നും ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ, അതാണ് ആരാ ഓഡിറ്റ് നടത്തിയത്? ഓഡിറ്റ് നടത്തിയ സ്വകാര്യ ഏജൻസിയാണ്. അതാരാണ്? ഏതെങ്കിലും സഖാക്കന്മാർ അതിന്റെ ഓഡിറ്റ് നടത്തുക. മറിച്ച് സർക്കാരിന്റെ ഏജൻസിനകത്ത് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ? അവരിതിനെ സംബന്ധിക്കുന്ന വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മറിച്ച് ഇവർക്ക് താല്പര്യമുള്ള ചില ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഓഡിറ്റിംഗ് നടത്തി കുറ്റവാളികളെ, അതിനകത്ത് പണത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നുമില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു ഓഡിറ്റിംഗ് എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്ത് വസ്തുതാപരമായിട്ട് ഉള്ള യാതൊരു ഓഡിറ്റിംഗും നടത്തിയിട്ടില്ല. കാരണം ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവരൊക്കെ അവിടുത്തെ വാതിൽ പാളികളും കട്ടളപ്പാളികളും അതേപോലെ ദ്വാരപാലക ശില്പങ്ങളൊക്കെ അടിച്ചു മാറ്റിയവരാണ് ആ സംഗമത്തിന് കൂടുതലുണ്ടായിരുന്ന ആളുകൾ. അതിനകത്ത് സത്യസന്ധരായിട്ടുള്ളവര് ആരെങ്കിലും അതിന്റെ സ്റ്റേജിനകത്ത് ഇരുന്നുണ്ടോ എന്നുള്ള ഇവർ വ്യക്തമാക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾ പോലും ആ പറയുന്ന സ്റ്റേജിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് അയ്യപ്പൻ ഒരു വിഷയമേ അല്ല. അയ്യപ്പൻ അവർക്കൊരു കറവപ്പശുവാണ്. ആ കറവപ്പശുവിനെ പരമാവധി സമയം ആര് പറയുന്ന മാതിരി നേരം വെളുക്കുന്നത് വരേക്കുള്ള മോഷണം, ആ മോഷണം നടത്തിയതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. ആ നേരം വെളുക്കുന്നവരേക്കും രാത്രി മോഷണം തുടങ്ങുന്നു, നേരം വെളുക്കുന്നവരേക്കും മോഷണം നടത്തുന്നു. ഈ പറയുന്ന മോഷണം നടത്തിയതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നിലവിലിരിക്കുന്നത്. കുറച്ചു നേരമൊന്നുമല്ല നടത്തിയത്. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതിനുവേണ്ടി തന്ത്രി ഉണ്ടാവാം, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്, അതിനകത്ത് കേരളത്തിന്റെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളുണ്ട്. ഈ പറയുന്ന ദേവസ്വം ബോർഡുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള മുഴുവൻ ആളുകൾക്കും ബന്ധമുള്ള ഒരു വലിയ കൊള്ളസംഘമാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സർക്കാരിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തെറ്റൊന്നും ആയിരിക്കില്ല. കാരണം ഇവരെന്ത് നടത്തിയാലും സർക്കാരിന്റെ പണമുള്ള കൊള്ളയടിക്കുക. ഈ സർക്കാരിന്റെ പണം പറ്റിയിട്ടുണ്ടാവാം. സർക്കാരിന്റെ പണവും പറ്റിയിട്ട് അത് ഇതിന്റെ ചെലവായിട്ട് വഹിക്കുകയും അതേപോലെ തന്നെ ഇവർ കണ്ടെത്തിയിരിക്കുന്ന സ്പോൺസർമാരുടെ രേഖാമൂലമല്ലാത്ത പണം സമ്പാദിച്ചുകൊണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളുടെയും മന്ത്രിയുടെയും മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളുടെയും പോക്കറ്റിലേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ ആ പോക്കറ്റിൽ പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ളവരാരും ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് ഈശ്വര വിശ്വാസികളല്ല. അവർ പണത്തിന്
ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്, ഉദരംഭരികളായിരിക്കുന്ന ആളുകളാണ് അയ്യപ്പ സംഗമത്തിന് വന്നത്. അവർക്കാർക്കും ഈശ്വരനിൽ വിശ്വാസമില്ല, അവർക്കാർക്കും ഭക്തനിൽ വിശ്വാസമില്ല. അവർക്ക് ആകെ വിശ്വാസമുള്ളത് അവിടെ എത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഉറുപ്പിയിലാണ് അവർക്ക് വിശ്വാസം. ഏത് തരത്തിലാണോ ശബരിമലയിലെ കട്ടളപ്പാളികളും അല്ലെങ്കിൽ ദ്വാരപാലകന്മാരെ എല്ലാം അടിച്ചു മാറ്റിയത്, ഈ തരത്തിൽപ്പെട്ട അയ്യപ്പ സംഘവും കൂടി ഈ തരത്തിൽപ്പെട്ടൊരു വലിയൊരു മോഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി വെച്ചു കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്താൻ വേണ്ടി സാധിക്കുക. അങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ട് അവസാനം സ്പോൺസർമാരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിണറായി വിജയൻ പറയേണ്ടത് സാധാരണ ജനങ്ങളോടല്ല, അവരുടെ കുട്ടി സഖാക്കളോട്, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത അവരുടെ സഖാക്കളോട് പറഞ്ഞാൽ ആ പാവങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ കണ്ട് ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കൊള്ള എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഒന്ന് അയ്യപ്പൻ്റെ സ്വർണം തൊട്ട് ഈ അയ്യപ്പൻ്റെ സംഗമം നടത്തി വിശ്വാസികളെ തിരിച്ചു പിടിക്കാൻ നോക്കിയ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൽ വരെ തട്ടിപ്പുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യം മാറിയിട്ടുണ്ടല്ലോ. അല്ല, അതിനാണ് സാധ്യത കൂടുതൽ. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നത് ഭക്തന്മാരെ ആരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആ വോട്ട് പിടിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ പേരിൽ ഒരു ധനാഗമ മാർഗമായിട്ട് ഉദ്ദേശിച്ചാണ്. ഒരു വലിയൊരു ഈവന്റ് സംഘടിപ്പിക്കുന്ന സമയത്താണ് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഉറുപ്പിക പിരിക്കാൻ പറ്റുക. അങ്ങനെ പിരിക്കാനായുള്ള സാഹചര്യം ഉണ്ടാക്കി. ആ പിരിക്കാനുള്ള അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതിനകത്ത് ഈ വാസുവിന് പങ്കുണ്ടാകാം, അതിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന് പങ്കുണ്ടാവാം, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്ക് പങ്കുണ്ടാവാം, മുൻ മന്ത്രിക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാം, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്കുണ്ടാവാം. ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. അയ്യപ്പ സംഘം കഴിഞ്ഞ് കുഴിച്ചുമൂടിയ ഭക്ഷണത്തിന്റെ കണക്കൂടെ വെളിയിൽ വരേണ്ടതുണ്ട്. അല്ല, കുഴിച്ചുമൂടിയ ഭക്ഷണം ഉണ്ടോന്നല്ല ആർക്കറിയാം. ഇതൊക്കെ സാങ്കല്പികമാണ്. ഈ പറയുന്ന ഇവര് നമ്മളോട് പറയുന്ന സമയത്ത് ഞങ്ങൾ 5000 പേര് ഭക്ഷണം ഉണ്ടാക്കി 500 പേരെ വന്നുള്ളൂ, ബാക്കി കുഴിച്ചുമൂടി. ഇവര് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടാവില്ലെന്നേ. ഇവര് കൊള്ളക്കാരും കള്ളന്മാരും അതിൻ്റെ പേരിൽ ഇവരതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവർ പ്രതീക്ഷിക്കുന്നത് 300-400 പേരെയാണ് പ്രതീക്ഷിക്കുക. എന്നിട്ട് 500 പേര് അവിടെ എത്തിയെന്നുള്ളൊരു പബ്ലിസിറ്റി കൊടുക്കുക. അവിടെ 400 പേര് എത്തിയിട്ടുണ്ടാവുള്ളൂ, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാണ്ട് പോയിട്ടുണ്ട്, ഭക്ഷണം കിട്ടാണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കിട്ടാതെ കണ്ടും കഴിക്കാതെ കണ്ടും പോയിരിക്കുന്ന നിരവധി ആളുകളടക്കമാണ് 500 പേര് കണക്കുകളുണ്ടാക്കിയത്. ഈ കണക്കുകൾ കള്ളക്കണക്കുകളാണ്, ഇത് സത്യത്തിന്റെ കണക്കുകളല്ല. അത് സത്യത്തിന്റെ കണക്കാണ്. ഈ സർക്കാരിന്റെ ഏജൻസിയാണല്ലോ അതിന്റെ ഓഡിറ്റിംഗ് നടത്തുക. അങ്ങനെ അവരല്ലോ നടത്തിയത്. ഓഡിറ്റിംഗ് നടത്തിയത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഈ പറയുന്ന സഖാക്കന്മാർ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ 5, 3, 8 8-ന് പകരം 7 9 എന്നുള്ള തർക്കമുള്ള ചില ഓഡിറ്റേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഓഡിറ്റർമാരെ വച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഓഡിറ്റിംഗ് ദേവസ്വം ബോർഡിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭക്തന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ക്ഷേത്രം മുതൽ കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയിരിക്കുന്ന ഒരു ഓഡിറ്റിംഗ് ആണ്. അതെ, ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രി പറയുന്നു 8 കോടി ചെലവായിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു ആദ്യം. അതിനോടൊപ്പം തന്നെ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നു. അപ്പോൾ ഇവരാണായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർമാരാണ്, ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കില്ല എന്ന് പറയുന്നു, സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് പൈസ എടുത്തതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ വരുമാനമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ നിന്നുള്ള തുക എടുത്ത് സർക്കാരിന്റെ പ്രൊമോഷൻ നടത്തിയിരിക്കുകയല്ലേ? അല്ല, അതിൽ സംശയമില്ല. കാരണം ഇവർ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശബരിമലയിൽ ഭക്തന്മാർ കാണിക്കയായിട്ടിട്ടുള്ള അവർ നൽകിയിരിക്കുന്ന ഉദാരമായിട്ടുള്ള സംഭാവനകൾ ചേർത്തുകൊണ്ടാണ് സർപ്ലസ് ഫണ്ട് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പറയുന്ന പിണറായി വിജയൻ അടിച്ചു മാറ്റാനുള്ള പണമല്ല, അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വാസുവിനെ അടിച്ചു മാറ്റാനുള്ള പണമല്ല, അത് പ്രശാന്തിന് മോഷ്ടിക്കാനുള്ള പണമല്ല. ഇപ്പൊ നമുക്ക് പ്രശാന്തിന് ഇത്തരം കാര്യങ്ങൾ വിശ്വാസമില്ല എന്നുള്ളത്, അയാൾ അയ്യപ്പനെ ശരണം വിളിച്ച് നമ്മൾ കേട്ടല്ലോ, അയാൾ ഇംഗ്ലാവ് സിന്ദാബാദ് വിളിക്കുന്നതിനെ വിളിച്ച്. ആ തരത്തിൽപ്പെട്ട ചില മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകള് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ശബരിമല രക്ഷിക്കാൻ വേണ്ടി സാധ്യമല്ല. അവർ ശബരിമലയിലേക്ക് വന്നത്, പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ശബരിമലയിലേക്ക് വന്നത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ വാസു വന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പത്മകുമാർ വന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന സഖാക്കന്മാർക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. ഈ മറിച്ച് ശബരിമലയിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഭണ്ഡാരത്തിൽ കൈയിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിയത്. അതിൻ്റെ തിക്താനുഭവമാണ് നമ്മൾ അയ്യപ്പ സംഗമത്തിൽ കണ്ടതും. ഏതാണെങ്കിലും അവരെല്ലാവരും കഴിഞ്ഞിരുന്നത് ഒരു 90 ദിവസക്കാലമായിട്ട് അതിൽ പലരും ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുന്നു എന്നുള്ള വളരെ ശുഭോദർക്കമായിട്ടുള്ള വസ്തുതയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുന്നു.